അക്കൗണ്ടിംഗ് ടാക്സേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ക്ലാസുകൾ നൽകുക എന്നതാണ് അപ്രൈറ്റ് സ്കൂൾ ഓഫ് ഫിനാൻസ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷന്റെ ഈ യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രിപ്ഷനാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾക്കുള്ള പ്രചോദനം. അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോകൾക്ക് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വീഡിയോകൾക്ക് താഴെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടാതെ അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ടാലി, എക്സൽ എന്നിവയുമായി ബന്ധപ്പെട്ട ജോബ് ഓറിയന്റഡ് ക്ലാസുകൾക്കും കോഴ്സുകൾക്കും ഇനി പറയുന്ന ഡീറ്റെയിൽസിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹായ്, എല്ലാവർക്കും അപ്രൈറ്റ് സ്കൂൾ ഓഫ് ഫിനാൻസ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷന്റെ GST കുറിച്ചുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. GSTയിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. എങ്ങനെ GST അടയ്ക്കാമെന്നുള്ളത്. പേയ്മെന്റ് ഓഫ് ടാക്സ് സെക്ഷൻ 49 CGST നിയമത്തിൽ, SGST നിയമത്തിലെ സെക്ഷൻ 49 ആണ് പേയ്മെന്റ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 49 പറയുന്നു പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ എമൗണ്ട്സ്. സെക്ഷൻ 49ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 11 സബ്സെക്ഷൻസ് ആണുള്ളത്. ഓരോന്നോരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ സബ്സെക്ഷൻ പറയുന്നു എവറി ഡെപ്പോസിറ്റ് മെയ്ഡ് ടുവേർഡ്സ് ടാക്സ്, interest, penalty, fee or any other amount by person by internet banking or using credit or debit cards or national electronic fund transfer or real-time bill settlement or by such other mode and subject to such condition and restriction as must be prescribed shall be credited to electronic cash ledger of such person to be maintained in such manner as may be prescribed എന്ന് പറയും. 49 ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നു നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, നമ്മൾ ടാക്സോ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അല്ലെങ്കിൽ ലേറ്റ് ഫീസോ എന്തായാലും ശരി, ആ അടയ്ക്കുന്ന എമൗണ്ട് അടയ്ക്കുന്നത് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ NEFT, RTGS ഏത് മെത്തേഡിൽ അടച്ചാലും ശരി, ആ അടയ്ക്കുന്ന കാശ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് പോവുക എന്ന് പറയുന്നത്. ഏതിലേക്ക് ക്രെഡിറ്റ് ആവുക? അത് ക്രെഡിറ്റ് ആവുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് ക്രെഡിറ്റ് ആവുക എന്നാണ് പേയ്മെന്റ് ഓഫ് ടാക്സിനെ പറ്റിയിട്ട് ഒന്നാമതായിട്ട് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാണ്, നമ്മൾ എന്ത് ടാക്സ് അടച്ചാലും ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത് നേരെ സർക്കാരിലേക്ക് നേരിട്ട് പോവല്ല, അത് നേരെ പോകുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് അത് ക്രെഡിറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പൊ ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് എന്ന് പറയുന്ന പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. GSTയിൽ പ്രധാനമായും 3 ലെഡ്ജറുകൾ, ഇലക്ട്രോണിക് ലെഡ്ജറുകളാണുള്ളത്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിനെ പറ്റിയിട്ട് റൂൾ 85, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനെ പറ്റി റൂൾ 86, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനെ പറ്റി റൂൾ 87 ആണ് പറയുന്നത്. ഇപ്പൊ എന്ത് തന്നെയായാലും ഒന്നാമതായിട്ട് പറയുന്ന ടാക്സ് പേയ്മെന്റിനെ പറ്റി ഒന്നാമതായിട്ട് പറയുന്നു നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി എന്ത് തന്നെയായാലും ശരി, അടച്ചാൽ നേരെ അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് അത് ക്രെഡിറ്റ് ആവുക. ഫണ്ട് ക്രെഡിറ്റ് ആവുന്ന എങ്ങോട്ടാണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന എല്ലാ ക്യാഷിലെയും ബാങ്ക് പേയ്മെന്റുകളും എത്തിപ്പെടുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഒരുപാട് ലെഡ്ജർ ഉണ്ടാവും. പക്ഷെ GST പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ട 3 ലെഡ്ജറുകളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അത് GSTയുടെ വെബ്സൈറ്റിലും ഉണ്ടാവും. എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ? നമ്മൾ അടയ്ക്കുന്ന എല്ലാ ടാക്സ്, ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുന്നതൊക്കെ ക്യാഷ് ലെഡ്ജറിലാണ് ഉണ്ടാവും. പിന്നെ മറ്റ് 2 ലെഡ്ജറുകളെ പറ്റി സാമാന്യമായിട്ട് പറയാം. ലയബിലിറ്റി എന്ന് പറയുന്നത് GST സംബന്ധമായി നമുക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ്, പെനാൽറ്റി, അങ്ങനെ എന്ത് അടയ്ക്കാനുണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജറാണ് ഇത് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയും. നമ്മൾ അടയ്ക്കുന്ന ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലാണെങ്കിൽ GST സംബന്ധമായ എന്ത് ബാധ്യതകളുണ്ടോ അതൊക്കെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലാണ് റെക്കോർഡ് ആവുക. പിന്നെ അതിന്റെ നടുവിലുള്ളത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഗുഡ്സിനോ സർവീസിനോ കൊടുക്കുന്ന ടാക്സ് നമുക്ക് ഗവൺമെന്റ് തിരിച്ചു തരുമെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത്തരം ടാക്സുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജറാണ് ഇത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പൊ നമുക്ക് അടയ്ക്കാനുള്ള ബാധ്യതകൾ ലയബിലിറ്റി ലെഡ്ജറിൽ ഉണ്ടാവും. ആ ലയബിലിറ്റി ലെഡ്ജറിലുള്ള ബാധ്യതകൾ നമ്മൾ ആദ്യം പറ്റുന്നിടത്തോളം ക്രെഡിറ്റ് ലെഡ്ജർ ഉപയോഗിച്ച് അടയ്ക്കും. അതായത്
ഇനി ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് ചില സമയത്ത് നമുക്ക് ലാബിലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചായിരിക്കും? ക്യാഷ് ലെഡ്ജർ ഉപയോഗിച്ച് ലാബിലിറ്റി തീർക്കും. ഇനി അതല്ല നമ്മുടെ അടുത്തുള്ള ക്രെഡിറ്റ് ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ സഫീഷ്യന്റ് അല്ലെങ്കിലും നമ്മൾ ബാക്കി ലാബിലിറ്റി ഏത് ലെഡ്ജറിൽ നിന്നാണ് എടുത്തടയ്ക്കുക? നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് എടുത്താണ് അടയ്ക്കുക. അപ്പം സെക്ഷൻ 49 ഒന്നാമതായിട്ട് പറയുന്നു, നമ്മൾ അടയ്ക്കുന്ന എല്ലാ ക്യാഷും, അത് ഇന്റർനെറ്റ് ബാങ്കിങ് ആയാലും ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും NEFT RTGS ഏത് മെത്തേഡിൽ നമ്മൾ ക്യാഷ് അടച്ചാലും അത് നമ്മുടെ ഏത് അക്കൗണ്ടിലേക്കാണ് വരിക? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് ക്രെഡിറ്റ് ആവുക എന്നാണ് പറയുന്നത്. 49 സബ്സെക്ഷൻ 2 പറയുന്നു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് as self-assessed in the return of a registered person shall be credited to his electronic credit ledger in accordance with section 41 to be maintained in such manner as may be prescribed. പറയുന്ന വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെൽഫ് അസസ്മെന്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ റിട്ടേണിൽ കാണിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ കൊടുത്ത ടാക്സ് നമുക്ക് സർക്കാർ തിരിച്ചു തരുന്ന ഇൻപുട്ട് ടാക്സ് ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക. ഒന്നാമത് പറയുന്ന അടയ്ക്കുന്ന ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് ലെഡ്ജറിലേക്കാണ്? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്കാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനെ പറ്റി, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണെന്ന് സാമാന്യമായിട്ട് പറഞ്ഞു. ഇനി 49 സബ്സെക്ഷൻ 3 പറയുന്നത്, the amount available in the electronic cash ledger may be used for making any payment towards tax, interest, penalty, fees or any other amount payable under the provisions of this act or rules made thereunder in such manner and subject to such condition and within such time as may be prescribed. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നമ്മൾ അടച്ച ക്യാഷ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലാണ് ഉണ്ടാവുക. ആ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് ടാക്സോ GST പരമായ ടാക്സോ GST വല്ല ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഫീസോ എന്ത് വേണമെങ്കിലും, GSTയിൽ ഏത് ബാധ്യത വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ഫണ്ട് ഉപയോഗിച്ച് അടയ്ക്കാം. പക്ഷെ അത് റൂളിൽ പറയുന്ന ചില നിബന്ധനകൾക്ക് വിധേയമായി ഇലക്ട്രോണിക് ക്യാഷിലുള്ള ക്യാഷ് ഉപയോഗിച്ച് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി മുതലായ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അടച്ച് സെറ്റിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തായി സബ്സെക്ഷൻ 4 പറയുന്നു, the amount available in electronic credit ledger may be used for making any payment towards output tax under this act or under Integrated Goods and Services Tax Act in such manner and subject to such condition and within such time as may be prescribed. അതായത് ക്യാഷ് ലെഡ്ജറിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി മുതലായ എന്ത് കാര്യവും നമുക്ക് അടയ്ക്കാമെങ്കിലും ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് നമുക്ക് ടാക്സ് മാത്രം, അതായത് CGST ടാക്സോ SGST ടാക്സോ IGST ടാക്സോ ഈ ടാക്സുകൾ മാത്രമേ അടയ്ക്കാൻ പറ്റുകയുള്ളൂ. അത് നിബന്ധനകൾക്ക് വിധേയമായി എന്ത് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് ടാക്സ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് വല്ല ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ലേറ്റ് ഫീസോ ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്കത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് അടയ്ക്കാൻ പറ്റൂല. ഏതാണ് നമുക്ക് പറ്റുക? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ഫണ്ട് ഉപയോഗിച്ച് മാത്രമേ ഈ പറയുന്ന ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീസൊക്കെ അടയ്ക്കാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് എന്തിനു മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ടാക്സ് പേയ്മെന്റിന് മാത്രമേ ക്രെഡിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് സബ്സെക്ഷൻ 4 പറയുന്നത്. അടുത്തത് സബ്സെക്ഷൻ 5 പറയുന്നത്, ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. അതായത് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് സബ്സെക്ഷൻ 5 പറയുന്നത്. 4 പറഞ്ഞു അത് നമുക്ക് ടാക്സ് അടയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 5 പറയുന്നത് ഈ ടാക്സ് തന്നെ എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നു, നിങ്ങളുടെ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് IGST, CGST, SGST, UTGST എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിരിക്കും. ആ ഓരോ അക്കൗണ്ടിലുള്ളതും, അതായത് IGST ഇന്റഗ്രേറ്റഡ് ടാക്സ് അക്കൗണ്ടിലുള്ള ഇൻപുട്ട് ആണെങ്കിൽ ഷാൽ ഫസ്റ്റ് ബി യൂട്ടിലൈസ് ടുവാർഡ്സ് പേയ്മെന്റ് ഓഫ് ഇന്റഗ്രേറ്റഡ് ടാക്സ്. എന്തിന് തന്നെ ഉപയോഗിക്കണം? നിങ്ങൾക്ക് വല്ല IGST ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഉപയോഗിക്കണം. ആൻഡ് എമൗണ്ട് റിമൈനിങ് ഇഫ് എനി മേ ബി യൂട്ടിലൈസ് ടുവാർഡ്സ് പേയ്മെന്റ് ഓഫ് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് ഓർ ആസ് ദ കേസ് മേ ബി യൂണിയൻ ടെറിട്ടറി ടാക്സ്.
ടാക്സ്. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? IGST അടയ്ക്കാനുള്ളത് അടച്ചതിന് ശേഷം ആ അക്കൗണ്ടിൽ വീണ്ടും IGST ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് CGSTയോ SGSTയോ UTGSTയോ അടയ്ക്കാം. ഇൻ ദാറ്റ് ഓർഡർ എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം റൂള് 88A ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 88A പറയുന്നുണ്ട് നിങ്ങൾക്ക് IGSTയിലുള്ള ബാലൻസ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം എനി ഓർഡറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് CGSTയിലേക്കോ SGSTയിലേക്കോ UTGSTയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് ഇഷ്ടമുള്ള എമൗണ്ട് വെച്ചിട്ട് ബാക്കി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാലും IGST ക്രെഡിറ്റ് ആദ്യം നിങ്ങൾ എന്തിനു ഉപയോഗിക്കണം? IGST അടയ്ക്കാൻ ഉപയോഗിക്കണം. ബാലൻസ് ഉള്ളത് CGST SGST UTGST നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം നിങ്ങൾക്ക് അടയ്ക്കാമെന്ന് പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നു, ഇനി നിങ്ങൾക്ക് സെൻട്രൽ ടാക്സിന്റെ ക്രെഡിറ്റ് ആണുള്ളതെങ്കിൽ നിങ്ങൾ ആദ്യം ആ ക്രെഡിറ്റ് ഉപയോഗിച്ച് എന്തടയ്ക്കണം? അത് സെൻട്രൽ ടാക്സ് തന്നെ CGST തന്നെ അടയ്ക്കണം. ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ടാക്സ് IGST അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ CGST ആണെങ്കിൽ ആദ്യം CGST അടയ്ക്കാം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ IGST അടയ്ക്കാൻ ഉപയോഗിക്കാം എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് പറയുന്നു സ്റ്റേറ്റ് ടാക്സ്, അതായത് SGST ആണെങ്കിൽ അതിന്റെ ടാക്സ് നിങ്ങൾ SGST അടയ്ക്കാൻ ഉപയോഗിക്കണം. ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IGST അടയ്ക്കാൻ ഉപയോഗിക്കാം. ഇപ്പൊ CGSTയിലോ SGSTയിലോ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തിലേക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം? IGSTയിലേക്ക് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. IGSTയിലെ ടാക്സ് IGST അടച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ CGST SGST UTGSTയോ ഏതിന് വേണമെങ്കിലും എനി ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. പിന്നെ പറയുന്നു provided that input tax credit on account of state tax shall be utilized towards payment of integrated tax only where balance of input tax credit on account of central tax is not available for payment of integrated tax എന്ന് പറഞ്ഞു. അതായത് SGSTയുടെ ബാലൻസ് നിങ്ങൾക്ക് IGST ടാക്സ് അടയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ടാവരുത്? IGST ടാക്സിൽ ബാലൻസ് ഉണ്ടാവരുത്. അതുമാത്രമല്ല CGSTയിലും അടച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടാവരുത്. CGSTയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ഉപയോഗിച്ച് ആദ്യം IGST അടയ്ക്കണം. IGST ടാക്സ് ഉപയോഗിച്ച് IGST അടച്ചു തീരുന്നില്ല, CGSTയുടെ ബാലൻസ് ഉപയോഗിച്ച് IGST അടച്ചു തീരുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തിന്റെ ബാലൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? SGST ടാക്സിന്റെ ബാലൻസ് ഉപയോഗിച്ച് IGST ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. നാലാമതായിട്ട് പറയുന്നു യൂണിയൻ ടെറിട്ടറി ടാക്സ് ഷാൽ first be utilized towards payment of union territory tax and amount remaining if any may be utilized towards payment of integrated tax. UTGSTയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. UTGSTയുടെ ഇൻപുട്ട് ടാക്സ് ആദ്യം UTGST ടാക്സ് അടയ്ക്കാൻ ഉപയോഗിക്കണം. ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IGST അടയ്ക്കാൻ ഉപയോഗിക്കാം. അതിന്റെ കാര്യത്തിലും പറയുന്നു അത് IGST അടയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ടാവരുത്? സെൻട്രൽ ടാക്സിൽ ബാലൻസ് ഉണ്ടാവരുത്. സെൻട്രൽ ടാക്സിൽ ബാലൻസ് ഉണ്ടെങ്കിൽ സെൻട്രൽ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ IGST അടയ്ക്കണം. IGSTയിലെ ബാലൻസും CGSTയിലെ ബാലൻസും കഴിഞ്ഞിട്ടും ഇനിയും IGST അടയ്ക്കാൻ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് UTGSTയുടെ ബാലൻസ് ഉപയോഗിച്ച് IGST അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് നാലാമതായിട്ട് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നു സെൻട്രൽ ടാക്സ് ഷാൽ നോട്ട് ബി യൂട്ടിലൈസ് ടുവേർഡ്സ് പേയ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ടാക്സ് ഓർ യൂണിയൻ ടെറിട്ടറി ടാക്സ്. അതായത് CGST ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് SGSTയോ UTGSTയോ ടാക്സ് അടയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സോ യൂണിയൻ ടെറിട്ടറി ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ടാക്സ് CGST അടയ്ക്കാനും പറ്റൂല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെക്ഷൻ 49 5 സബ്സെക്ഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമതായിട്ട് പറഞ്ഞത് നമ്മൾ അടയ്ക്കുന്ന എല്ലാ ക്യാഷും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് റിഫ്ലക്ട് ആവുക. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലാം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്കാണ് റിഫ്ലക്ട് ആവുക. മൂന്നാമതായിട്ട് പറഞ്ഞത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ടാക്സോ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീസോ എന്ത് കാര്യം വേണമെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി അടയ്ക്കാം. നാലാമതായിട്ട് പറഞ്ഞത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ടാക്സ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ, അതന്നെ നിബന്ധനകൾക്ക് വിധേയമായി, അല്ലാതെ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കാൻ പറ്റില്ല. അഞ്ചാമതായിട്ട് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് IGST ക്രെഡിറ്റ് ആദ്യം നമ്മൾ IGST ലയബിലിറ്റി അടയ്ക്കാൻ ഉപയോഗിക്കണം. അതിനുശേഷം IGST ക്രെഡിറ്റ് ഉപയോഗിച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അത് CGSTയോ SGSTയോ UTGSTയോ എന്തിന് നിങ്ങളുടെ ഓർഡറിൽ ഉപയോഗിക്കാം. അത് ഒരു കാര്യം പറയുന്നത് നമ്മൾ ബാക്കി CGSTയിലോ SGSTയിലോ UTGSTയിലോ ക്രെഡിറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ടാക്സ് അടയ്ക്കുന്നതിന്റെ മുന്നേ IGST ക്രെഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും
ആവണം എന്നാണ് ഒരു റൂൾ 88A പറയുന്നുണ്ട്. എന്താണ് ഇൻപുട്ട് ടാക്സ് CGST SGST നിങ്ങൾ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? IGSTയുടെ ക്രെഡിറ്റ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ CGSTയിലേക്ക് SGSTയിലേക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ അടുത്ത CGSTയുടെ ക്രെഡിറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം CGST ലയബിലിറ്റി അടയ്ക്കാൻ ഉപയോഗിക്കണം. CGST ലയബിലിറ്റി അടച്ചതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് IGST ക്രെഡിറ്റ് അടയ്ക്കാൻ ഉപയോഗിക്കാം. SGSTയുടെ ക്രെഡിറ്റ് ആണെങ്കിൽ ആദ്യം SGST ലയബിലിറ്റി അടയ്ക്കാൻ ഉപയോഗിക്കുക. ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IGSTയിൽ അടയ്ക്കാൻ ഉപയോഗിക്കുക. പക്ഷേ IGST അടയ്ക്കാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ IGSTയിലോ CGSTയിലോ ബാലൻസ് ഉണ്ടാവരുത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. IGSTയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ IGST അടച്ച് ഉപയോഗിക്കണം. CGSTയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ CGST കഴിഞ്ഞതിന് ശേഷം IGST അടയ്ക്കണം. SGSTയുടെ ക്രെഡിറ്റ് IGST അടയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ IGSTയിലോ CGSTയിലോ ബാലൻസ് ഉണ്ടാവരുത്. ലൈക്ക്വൈസ് തന്നെയാണ് UTGSTയുടെ കാര്യം പറയുന്നത്. UTGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് UTGST അടയ്ക്കാം, അതിനുശേഷം IGST അടയ്ക്കാം. പക്ഷെ എന്തുണ്ടാവരുത്? CGSTയിലെ ക്രെഡിറ്റിൽ ബാലൻസ് ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ബാലൻസ് എടുത്ത് IGST അടയ്ക്കാമെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞ CGST ഉപയോഗിച്ച് SGSTയോ SGST ഉപയോഗിച്ച് CGSTയോ അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സുകൾ മാറി മാറി അടയ്ക്കാൻ പറ്റൂല എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. സെക്ഷൻ 49 സബ്സെക്ഷൻ 6 പറയുന്നു, ദ ബാലൻസ് ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓർ ക്രെഡിറ്റ് ലെഡ്ജർ after payment of tax, interest, penalty, fees or any other amount payable under this act or rules made thereunder may be refunded in accordance with provision of section 54. അതായത് നമ്മുടെ ക്യാഷ് ലെഡ്ജറിലോ ക്രെഡിറ്റ് ലെഡ്ജറിലോ ഈ ടാക്സ്, ഇൻട്രസ്റ്റ്, GST സംബന്ധമായ എന്തൊക്കെ ലയബിലിറ്റി ഉണ്ടോ അതൊക്കെ അടച്ചതിന് ശേഷവും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാശ് റീഫണ്ട് വാങ്ങിക്കാം. ക്രെഡിറ്റ് ലെഡ്ജറിലോ ക്യാഷ് ലെഡ്ജറിലോ ഉള്ള കാശ് റീഫണ്ട് കിട്ടും. അപേക്ഷ കൊടുത്താൽ സെക്ഷൻ 54 പ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഫണ്ട് കിട്ടുമെന്നാണ് സബ്സെക്ഷൻ 6 പറയുന്നത്. അടുത്തത് സെക്ഷൻ 49 സബ്സെക്ഷൻ 7 പറയുന്നു, all liabilities of taxable person under this act shall be recorded and maintained in electronic liability ledger in such manner as may be prescribed. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി ഇവിടെ പറയുന്നത് GST സംബന്ധമായ എന്തൊക്കെ all liabilitiesഉം അത് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിലാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് സബ്സെക്ഷൻ 7 പറയുന്നത്. എട്ടാമതായിട്ട് പറയുന്നു, എവറി ടാക്സിബിൾ പേഴ്സൺ ഷാൾ ഡിസ്ചാർജ് ഹിസ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് അണ്ടർ ദിസ് ആക്ട് ഓർ റൂൾ മെയ്ഡ് ദർ അണ്ടർ ഇൻ ദ ഫോളോയിങ് ഓർഡർ. അതായത് നമ്മൾക്ക് അടയ്ക്കാനുള്ള ടാക്സുകൾ താഴെ പറയുന്ന പ്രകാരമാണ് അടയ്ക്കേണ്ടത്. GSTയുടെ ടാക്സുകൾ അടയ്ക്കുമ്പോൾ താഴെ പറയുന്ന പ്രകാരമാണ് ടാക്സ് അടക്കി അവർ റിക്കവർ ആക്കുക എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നു, സെൽഫ് അസസ്മെന്റ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് റിലേറ്റഡ് ടു റിട്ടേൺസ് ഓഫ് പ്രീവിയസ് ടാക്സ് പീരീഡ്. നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആദ്യം നമ്മളെ പഴയകാല ടാക്സിലേക്ക് നമ്മൾ സ്വന്തം കണക്കൂട്ടിയ പഴയ പല റിട്ടേൺസോ കാര്യങ്ങളോ പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അത് അടച്ചതിന് ശേഷമേ പുതിയത് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടാക്സ് അടയ്ക്കുമ്പോൾ ആദ്യം പ്രീവിയസ് പീരീഡിന്റെ ടാക്സുകളാണ് അടയ്ക്കുക എന്ന് പറയുന്നു. അതിനുശേഷം സെൽഫ് അസസ്ഡ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് റിലേറ്റഡ് ടു റിട്ടേൺ ഓഫ് ദ കറണ്ട് പീരീഡ്. പ്രീവിയസ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറണ്ട് പീരീഡിന്റെ റിട്ടേൺ സ്വയം അസസ് ചെയ്ത് അടയ്ക്കാനോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ല ഡ്യൂസ് ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഡ്യൂസ് അടച്ചതിന് ശേഷമേ കറണ്ട് ഡ്യൂസ് അടയ്ക്കാൻ പറ്റുള്ളൂ. പ്രീവിയസ് സെൽഫ് അസസ്ഡ് ടാക്സ് ആൻഡ് ഡ്യൂസും കറണ്ട് സെൽഫ് അസസ്ഡ് ടാക്സ് ആൻഡ് ഡ്യൂസും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വല്ല നോട്ടീസ്, ഡിമാൻഡ് കാര്യങ്ങൾ സെക്ഷൻ 73 74 ഉള്ള വല്ല എമൗണ്ടും അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ടാക്സ് അടയ്ക്കുന്ന കേസിൽ പറയുന്നത് സബ്സെക്ഷൻ 8 പറയുന്നത് പഴയ കാലത്തെ ടാക്സുകൾ ആദ്യം അടയ്ക്കണം, അതിനുശേഷം ഈ കറണ്ട് പീരീഡിന്റെ ടാക്സുകൾ അടച്ച് അതിനുശേഷം മാത്രമേ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് നമുക്ക് വല്ല 73 74 പ്രകാരം വല്ല ഡിമാൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അഡ്ജസ്റ്റ് ആവൂ എന്നുള്ളതാണ് സബ്സെക്ഷൻ 8 പറയുന്നത്. സബ്സെക്ഷൻ 9 പറയുന്നു, എവറി പേഴ്സൺ ഹു ഹാസ് പെയ്ഡ് ദ ടാക്സ് ഓൺ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് അണ്ടർ ദിസ് ആക്ട് ഷാൽ അൺലെസ് കോൺട്രറി ഈസ് പ്രൂവ്ഡ് ബൈ ഹിം ബി ഡീംഡ് ടു ഹാവ് പാസ്ഡ് ഓൺ ഫുൾ ഇൻസിഡന്റ് ഓഫ് സച്ച് ടാക്സ് ടു റെസിപ്പിയന്റ് ഓഫ് സച്ച് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അതായത് പറയുന്നത് നമ്മുടെ ഒരു ഗുഡ്സിന്റെയോ സർവീസിനെയോ കളക്ട് ചെയ്ത ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞാൽ അത് റെസിപ്പിയന്റിന് ഇൻപുട്ട് ടാക്സ് എടുക്കുക. അത് ടാക്സ് ഇൻസിഡന്റ് പാസ്സായി എന്ന് പറയും. ടാക്സ് ഇൻസിഡന്റ് പാസ്സായെന്ന് പറയാം, നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് സർക്കാരിലേക്ക് അടയ്ക്കുന്ന സമയം അടച്ചതോടുകൂടി ആ ടാക്സ് ഇൻസിഡന്റ് എന്തായി, അത് വാങ്ങിച്ചാൾക്ക് പാസ്സായി, വാങ്ങിച്ചാൾക്ക് എന്തെടുക്കാം, അത് റെസിപ്പിയന്റിന് അതിന്റെ ഇൻപുട്ട് എടുക്കാമെന്നാണ് സബ്സെക്ഷൻ 9 പറയുന്നു. അടുത്തത് സബ്സെക്ഷൻ 10 പറയുന്നത്, രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഓൺ കോമൺ പോർട്ടൽ transfer any amount of tax, interest, penalty, fee or any
other amount available in electronic cash ledger under this act to the electronic cash ledger for integrated tax, central tax, state tax, unitary or cess in such a form and such a manner and subject to such condition and restriction as may be prescribed, and such a transfer shall be deemed to be refund from electronic ക്യാഷ് ലെഡ്ജർ അണ്ടർ ദിസ് ആക്ട്. അതായത് പറയുന്നത് നമ്മൾ GSTയുടെ ക്യാഷ് ലെഡ്ജറിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ടാക്സ് ക്യാഷ് ലെഡ്ജർ, പക്ഷെ ക്യാഷ് ലെഡ്ജറിൽ ഒരു എമൗണ്ട് ആയിട്ടല്ല, അത് CGST ക്യാഷ് എത്ര, SGST എത്ര, IGST എത്ര, ഇൻട്രസ്റ്റിലേക്ക് എത്ര, പെനാൽറ്റിയിലേക്ക് എത്ര, ലേറ്റ് ഫീ, ഓരോ അക്കൗണ്ടിലേക്കാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് അടയ്ക്കും. സപ്പോസ് നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലാണ് ക്യാഷ് ഉള്ളതെങ്കിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്യാഷ് ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉപയോഗിച്ച് CGST ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. ഇനി ടാക്സ് തന്നെ നമ്മുടെ CGST ടാക്സിലാണ് ക്യാഷ് ഉള്ളത്, പക്ഷെ അടയ്ക്കാനുള്ള IGST ആണെങ്കിൽ നമുക്ക് CGST ക്യാഷ് എടുത്ത് IGST അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് വന്ന ഈ സബ്സെക്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്സുകൾ നമ്മൾ CGSTയിലുള്ള ടാക്സ്, SGSTയിലേക്ക് ഇൻട്രസ്റ്റിലുള്ള ടാക്സിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. അതിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിബന്ധനകൾക്ക് വിധേയമായി അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഇൻട്രസ്റ്റുള്ള ടാക്സ് എടുത്തിട്ട് ഇൻട്രസ്റ്റുള്ള ക്യാഷ് എടുത്ത് ടാക്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇൻട്രസ്റ്റിലുള്ള ക്യാഷ് റീഫണ്ട് തന്നായിട്ട് കരുതപ്പെടുമെന്നാണ് പറയുന്നത്. സബ്സെക്ഷൻ 10 പറയുന്നു. ഇനി സബ്സെക്ഷൻ 11 സെക്ഷൻ 49 അവസാനമായിട്ട് പറയുന്നു, വേർ എനി എമൗണ്ട് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അണ്ടർ ദിസ് ആക്ട് ദ സെയിം ഷാൽ ബി ഡീംഡ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ സെറ്റ് ലെഡ്ജർ. നമ്മൾ ക്യാഷ് ലെഡ്ജറിൽ അടയ്ക്കുന്ന ക്യാഷ് GSTയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്തായിട്ട് കരുതപ്പെടും, ടാക്സ് അടച്ചായിട്ട് കരുതപ്പെടില്ല. ക്യാഷ് ലെഡ്ജറിൽ ക്യാഷ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ടാക്സ് അടച്ചായിട്ട് കരുതപ്പെടില്ല. ക്യാഷ് ലെഡ്ജറിൽ നിന്ന് ടാക്സ് അടച്ചാൽ മാത്രമേ അത് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് ക്യാഷ് പോയാൽ മാത്രമേ ടാക്സ് അടച്ചതായിട്ട് കരുതപ്പെടൂ. അങ്ങനെ 11 സബ്സെക്ഷൻസ് ആണ് സെക്ഷൻ 49 ഈ 11 നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നു, നമ്മൾ അടയ്ക്കുന്ന ക്യാഷൊക്കെ ക്യാഷ് ലെഡ്ജറിലാണ് അടയ്ക്കുക എത്തുക, നമ്മളുടെ എടുക്കുന്ന ക്ലെയിം ചെയ്യുന്ന ക്രെഡിറ്റൊക്കെ ക്രെഡിറ്റ് ലെഡ്ജറിലാണ് എത്തുക, നമ്മളുടെ ക്യാഷ് ലെഡ്ജറിലുള്ള കാശ് ഉപയോഗിച്ച് നമുക്ക് ടാക്സോ ഇൻട്രസ്റ്റോ പെനാൽറ്റി എന്ത് വേണം അടയ്ക്കാം, ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് ടാക്സ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അത് തന്നെ IGST ക്രെഡിറ്റ് ആണ്, IGST ലയബിലിറ്റി അടച്ചതിന് ശേഷം ബാക്കി CGST SGST എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. CGST ക്രെഡിറ്റിലുള്ള ക്യാഷ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം IGST ക്രെഡിറ്റ് കംപ്ലീറ്റ് ഉപയോഗിക്കണം, അതിനുശേഷം CGST ക്രെഡിറ്റ് ഉപയോഗിച്ച് CGST ബാധ്യത അടച്ചതിന് ശേഷം ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ IGST അടയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി SGST പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ SGST അടച്ചതിന് ശേഷം ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ IGST അടയ്ക്കാൻ ഉപയോഗിക്കാം, പക്ഷേ CGST കംപ്ലീറ്റ് ഉപയോഗിച്ചതിന് ശേഷം IGST ഉണ്ടെങ്കിൽ മാത്രമേ IGST അടയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. UTGST അതേപോലെ തന്നെ ആദ്യം UTGST അടച്ചതിന് ശേഷം നിങ്ങൾക്ക് IGST അടയ്ക്കാൻ ഉപയോഗിക്കാം. എന്ത് തന്നെയാലും IGST ക്രെഡിറ്റ് കംപ്ലീറ്റ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഏത് ക്രെഡിറ്റിലേക്കും ഉപയോഗിക്കാനുള്ള അവസരം കിട്ടുള്ളൂ എന്ന് പറയുന്നു. IGST ക്രെഡിറ്റ് IGST ഉപയോഗിച്ചതിന് ശേഷം റൂൾ 88A പ്രകാരം CGST SGST UTGST ഏത് മാനറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്നു. ആറാമതായിട്ട് പറഞ്ഞത്, ഈ ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്രെഡിറ്റിലോ ക്യാഷിലോ വല്ല ബാലൻസും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ടിന് വേണ്ടി അപേക്ഷിച്ച് റീഫണ്ട് വാങ്ങാമെന്ന് പറയുന്നു. ഏഴാമതായിട്ട് പറയുന്നു, നമുക്ക് GST ടാക്സ് അടയ്ക്കാനുള്ള എല്ലാ ബാധ്യതകളും റെക്കോർഡാവുന്നത് ലയബിലിറ്റി ലെഡ്ജറിലാണ്. അടയ്ക്കുന്ന ക്യാഷ് ലെഡ്ജറിൽ, നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന ക്രെഡിറ്റ് ലെഡ്ജറിൽ, നമ്മുടെ ബാധ്യതകളെല്ലാം ലയബിലിറ്റി ലെഡ്ജറിലാണ് റിഫ്ലക്റ്റ് ആവുക എന്ന് പറയുന്നു. എട്ടാമതായിട്ട് പറയുന്നു, നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആദ്യം പഴയകാല ടാക്സിലേക്ക് പോകും, അതിനുശേഷം കറണ്ട് ടാക്സിലേക്ക് പോകും, അതിനുശേഷമുള്ള എമൗണ്ടുകൾ മാത്രമേ വല്ല പെനാൽറ്റി ഡ്യൂസ് മറ്റുള്ള ഡ്യൂസിലേക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഒമ്പതാമതായിട്ട് പറയുന്നു, നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് അടച്ചതോടുകൂടി ടാക്സ് ഇൻസിഡന്റ് അത് വാങ്ങിയാൾക്ക് പാസ്സായി, പിന്നെ വാങ്ങിയാൾക്ക് അതിന്റെ ഇൻപുട്ട് ടാക്സ് എടുക്കാമെന്ന് പറയുന്നു. പത്താമതായിട്ട് പറയുന്നു, നമുക്ക് CGST ക്യാഷ് IGST അടയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് CGST റീഫണ്ട് വാങ്ങിയിട്ട് അത് IGSTയിലേക്ക് മാറ്റാനുള്ള, ഇല്ല ഇൻട്രസ്റ്റ് ടാക്സിലേക്കൊക്കെ മാറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. 11ാമതായിട്ടും അവസാനമായിട്ടും പറയുന്ന പോയിന്റ് എന്താണ്, നമ്മൾ ക്യാഷ് ലെഡ്ജറിലേക്ക് അടയ്ക്കുന്ന ക്യാഷ് GSTയിലെ ക്യാഷ് ലെഡ്ജറിൽ ഡെപ്പോസിറ്റ് ചെയ്തായിട്ട് കരുതപ്പെടും. GST ക്യാഷ് ലെഡ്ജറിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നതിന്റെ അർത്ഥം GST അടച്ചു എന്നല്ല. GST അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ലെഡ്ജറിൽ നിന്നോ ക്രെഡിറ്റ് ലെഡ്ജറിലോ നിന്നോ ഉപയോഗിച്ചാൽ മാത്രമേ അത് GST അടച്ചതായിട്ട് കരുതപ്പെടുള്ളൂ എന്നാണ് സെക്ഷൻ 49 പറയുന്നത്. അങ്ങനെ സെക്ഷൻ 49 മൊത്തത്തിൽ 11 പോയിന്റ് ആണ്. അത് 49 പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്താണ്.
യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ. എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് യൂട്ടിലൈസ് ചെയ്യണം? നമ്മൾ 49 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. IGST ആയിട്ടും ബാലൻസ് എന്താ പറയുക, CGST SGST UTGST ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. CGST IGST ആയിട്ട് SGST IGST ആയിട്ട് UTGST IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് 49 5 പറഞ്ഞിട്ടുണ്ടാകും. ആ 49 എന്തൊക്കെ പറഞ്ഞാലും ശരി, input tax credit on account of central tax, state tax or unitary tax shall be utilized towards payment of integrated tax, central tax, state tax, unitary as the case may be, only after input tax credit available on account of integrated tax has ഫസ്റ്റ് ബീങ് യൂട്ടിലൈസ്ഡ് ഫുള്ളി ടുവാർഡ് സച്ച് പേയ്മെന്റ്. ആ 49 പറയുന്നത് നിങ്ങൾക്ക് CGST SGST UTGST ഏത് ടാക്സ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം IGSTയിലുള്ള ഇൻപുട്ട് കംപ്ലീറ്റ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ CGST SGST UTGST ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. IGSTയിൽ വല്ല ഇൻപുട്ടും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ CGST SGST ഒന്നും ഉപയോഗിക്കരുത്. IGST 100% ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ CGST SGST ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് 49A പറയുന്നു. അടുത്ത 49B പറയുന്നു, ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ ഓർഡർ? ഓൾറെഡി 49(5) പറഞ്ഞ കാര്യത്തിനെ പറ്റി തന്നെയാണ്. 49(5) EF, അതായത് CGST ഉപയോഗിച്ച് SGST ഉപയോഗിച്ച് CGST അടയ്ക്കരുത് എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഈ ടാക്സ് അടയ്ക്കുന്നതിന്റെ സെറ്റ് ഓഫിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സെക്ഷൻ 49B പ്രകാരം ഉണ്ടാക്കിയ റൂളാണ് ഏത്? റൂൾ 88A എന്ന് പറയുന്നത്. 88A പറയുന്നു, നിങ്ങൾക്ക് IGST ക്രെഡിറ്റ് IGST അടച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ എനി ഓർഡർ, അത് CGST SGST UTGST അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ള പറയുന്നത് 88A ആണ്. ആക്ച്വലി അത് 49(5) പ്രകാരം ഇവിടെ പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. അത് അടച്ചതിന് ശേഷം സ്റ്റേറ്റ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, UTGST എന്നുള്ള ഓർഡറിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. IGST കഴിഞ്ഞാൽ CGST അടയ്ക്കണം, അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ SGST അടയ്ക്കാൻ പാടുള്ളൂ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതിനുകൊണ്ടാണ് അത് പിന്നീട് മാറ്റം വരുത്തിയിട്ടാണ് റൂൾ 88A പറഞ്ഞത്. 88A പറഞ്ഞ പ്രകാരം എന്താണ്? IGSTയിലുള്ള ബാലൻസ്, IGST അടച്ചതിന് ശേഷമുള്ള ബാലൻസ് നിങ്ങൾക്ക് CGST SGST UTGST അതിനേതിന് വേണമെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് IGST ക്രെഡിറ്റ് മുഴുവനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് CGST UTGST മുതലായവ ക്രെഡിറ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് 88A പറയുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ റൂള് 49B പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് പേയ്മെന്റുമായിട്ട് ജനറലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി എങ്ങനെ ടാക്സ് സെറ്റ് ഓഫിന്റെ എക്സാമ്പിൾസും പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ബൈ.